ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെമ്മറി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നിങ്ങളുടെ ലാസ്റ്റ് മൊഡ്യൂളാണ്, 5th മൊഡ്യൂൾ. അതിനകത്തെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മെമ്മറി ഹയറാർക്കിയാണ്. അപ്പോൾ മെമ്മറി എന്തിനാണെന്ന് നമുക്കറിയാം അല്ലേ? മെമ്മറി യൂണിറ്റ് എന്താ? കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എല്ലാ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസാണ് മെമ്മറി എന്ന് പറയുന്നത്. നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ ആയാലും, നിങ്ങൾ ഓപ്പറേഷൻസ് പെർഫോം ചെയ്തിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് ആയാലും, ഇനി എന്തെങ്കിലും ടെമ്പററി ആയിട്ട് കുറച്ച് സമയത്തേക്ക് ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതായാലും, എന്തിനു വേണ്ടി ആയാലും നമുക്കെന്താ മെമ്മറി അത്യാവശ്യമാണല്ലേ? അപ്പം നമ്മൾ മെമ്മറി എന്ത് ചെയ്യും? സി പി യുയിലേക്ക് ഡാറ്റാസ് പാസ് ചെയ്യും. അതുപോലെ തന്നെ സി പി യു നിന്ന് മെമ്മറിയിലേക്കും ഡാറ്റാസ് പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം മെമ്മറി യൂണിറ്റും അതുപോലെ തന്നെ സി പി യു ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഡയറക്റ്റ് ആയിട്ടാണ് മെമ്മറിയും സി പി യുവും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മെമ്മറീനെ നമ്മൾ പറയുന്ന പേരാണ് മെയിൻ മെമ്മറി. ദ മെമ്മറി യൂണിറ്റ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് ഡയറക്റ്റ്ലി വിത്ത് ദ സി പി യു ഈസ് കോൾഡ് മെയിൻ മെമ്മറി. ഡയറക്റ്റ് ആയിട്ട് മെമ്മറിയും സി പി യുവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. ദ ഡിവൈസ് ദാറ്റ് പ്രൊവൈഡ് ബാക്കപ്പ് സ്റ്റോറേജ് ആർ കോൾഡ് ഓക്സിലറി മെമ്മറി. അതായത് നമ്മളൊരു ബാക്കപ്പ് സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള മെമ്മറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിലറി മെമ്മറി എന്ന് പറയുന്നത്. ദ മോസ്റ്റ് കോമൺ ഓക്സിലറി മെമ്മറി ഡിവൈസ് ഈസ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം ആർ മാഗ്നറ്റിക് ഡിസ്ക് ആൻഡ് ടാപ്സ്. അത് പഴയ കാലത്തെ കാര്യങ്ങൾ പറയുന്നത്. മാഗ്നറ്റിക് ഡിസ്കും മാഗ്നറ്റിക് ടാപ്പും ആയിരുന്നു മുന്നേ യൂസ് ചെയ്തിരിക്കുന്ന ഓക്സിലറി സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുന്നത്. ദേ ആർ used for storing system programs, large data files and other backup informations. സിസ്റ്റം പ്രോഗ്രാംസ് നമുക്കറിയാം, സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡിസ്കിലാക്കിയിട്ട് സൂക്ഷിക്കാറില്ലേ, സി ഡിയിലൊക്കെ? അതുപോലെയാണ് നമ്മൾ സിസ്റ്റം പ്രോഗ്രാംസ്. അതുപോലെ തന്നെ ലാർജ് ഡാറ്റ ഫയൽസ്, എന്തെങ്കിലും ഇമേജസിൻ്റെ കുറേ ഫയൽസ്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പ്രൊജക്റ്റിൻ്റെ കുറേ ഫയൽസ്, അങ്ങനെ എന്തെങ്കിലും ഡാറ്റ ഫയൽസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ വേറെ എന്തെങ്കിലും ബാക്കപ്പ് ഇൻഫർമേഷൻ, ഇപ്പോൾ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പെൻ ഡ്രൈവിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ ബാക്കപ്പിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നേ കാലത്ത് മാഗ്നറ്റിക് ഡിസ്കും ടാപ്പും ഒക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഓക്സിലറി മെമ്മറിയിലേക്കാണ് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണോ അത് ആവശ്യം വരുന്നത്, ആ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അത് മെയിൻ മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ക്യാഷ് മെമ്മറി എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, വെരി ഹൈ സ്പീഡ് മെമ്മറി ഈസ് കോൾഡ് ക്യാഷ് മെമ്മറി. വെരി സ്പെഷ്യൽ, വെരി ഹൈ സ്പീഡ് മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. അത് നമ്മുടെ പ്രോസസ്സിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് എന്തെങ്കിലും ഡാറ്റാസ് ആവശ്യമുള്ള സമയത്ത് നമ്മൾ മെയിൻ മെമ്മറി പോയിട്ട് സി പി യു ആക്സസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന ഡാറ്റാസിനെ എന്ത് ചെയ്യും? ക്യാഷ് മെമ്മറിയിലേക്ക് പ്ലേസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന്, അതായത് സ്പീഡായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് മെമ്മറി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് സി പി യു? നമുക്കറിയാം, സി പി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്പീഡായിട്ട് ഡാറ്റാസ് പ്രോസസ്സ് ചെയ്യുന്ന ഡിവൈസാണ് അല്ലേ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ സി പി യുവിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഹൈ സ്പീഡായിരിക്കും. ബട്ട് നമുക്കറിയാം, ഒരു മെമ്മറി റീഡ് ഓപ്പറേഷൻ അല്ലെങ്കിൽ മെമ്മറി റൈറ്റ് ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് കുറേ ക്ലോക്ക് സൈക്കിളിൽ എടുത്തിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മൾ മെമ്മറിയിൽ നിന്ന്, ഇപ്പോൾ മെമ്മറിയൊക്കെ സ്ലോ ആയിട്ടാണ് ഡാറ്റയൊക്കെ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സർ ഹൈ സ്പീഡാണ്. പ്രോസസ്സറിന് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനൊരു റെമഡി എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ക്യാഷ് മെമ്മറീനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് സ്മോൾ സൈസാണ്, ബട്ട് ഹൈ സ്പീഡാണ്. അപ്പോൾ നമുക്ക് ക്യാഷ് ഒന്ന് ആക്സസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി യു സ്പീഡിനെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സ്പീഡായിരിക്കും. അതുകൊണ്ട് വേഗത്തിൽ ആക്സസ് ചെയ്യാൻ, വേഗത്തിൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ക്യാഷിൽ ഡാറ്റ ഇല്ല എങ്കിൽ മാത്രമേ നമ്മൾ അഗൈൻ മെമ്മറിയിൽ പോയിട്ട് ഡാറ്റ ആക്സസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് മെമ്മറി ഹയറാർക്കി എന്ന് പറയുന്നത്. അതായത് നോക്കുക, സി പി യു അതുപോലെ തന്നെ മെയിൻ മെമ്മറി ഉണ്ട്. സി പി യുവിൻ്റെയും മെയിൻ മെമ്മറിൻ്റെയും ഇടയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ക്യാഷ് മെമ്മറി പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെമ്മറിയിൽ നിന്ന് ഡാറ്റാസ് എടുത്തിട്ട് ക്യാഷിലേക്ക് പ്ലേസ് ചെയ്യും. ദെൻ സി പി യു എന്ത് ചെയ്യും? ക്യാഷുമായിട്ട് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യും. ഇനി ക്യാഷിൽ ഡാറ്റ ഇല്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യും? മെയിൻ മെമ്മറിയിൽ പോയിട്ട് ഡാറ്റ ആക്സസ് ചെയ്യും. ദെൻ ഐ ഒ പ്രൊസസ്സർ എന്ന് പറയുന്നത് നിങ്ങളുടെ
ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഏതെങ്കിലും എക്സ്റ്റേണൽ ഡിവൈസസിൽ നിന്ന് ഡാറ്റാസ് വരുന്നത് മെയിൻ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രൊസസ്സർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ IO പ്രൊസസ്സറിൻ്റെ അകത്ത് വരുന്നത് മാഗ്നറ്റിക് ഡിസ്ക്, മാഗ്നറ്റിക് ടെസ്റ്റ്, ഇത് ഡിസ്കും അതുപോലെ തന്നെ ടാപ്സും ആണ്. അത് കൂടാണ്ടും ഓക്സിലറി മെമ്മറീസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓക്സിലറി മെമ്മറീസ്. അപ്പോൾ നോർമൽ കേസിൽ മുമ്പത്തെ ആ ഒരു ഇത് വെച്ചിട്ട് പറയുന്നതാണെങ്കിൽ മാഗ്നറ്റിക് ടാപ്പും മാഗ്നറ്റിക് ഡിസ്കും ആണ് സെക്കൻഡറി സ്റ്റോറേജ്, അതായത് ഓക്സിലറി മെമ്മറീസ് വരുന്നത്. അവരിൽ നിന്നുള്ള ഡാറ്റാസ് എന്ത് ചെയ്യും, IO പ്രൊസസ്സേഴ്സ് പ്രോസസ്സ് ചെയ്യും, ദെൻ മെയിൻ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യും. അത് CPU-ന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ആ ഡാറ്റാസ് ആക്സസ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ക്യാഷ് മെമ്മറിയിലേക്ക് പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ പ്രൊസസ്സറിന് CPU-ന് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് മെമ്മറിയിൽ നിന്ന് ഹൈ സ്പീഡായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒരു കൺസെപ്റ്റാണ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് അറിയാമായിരിക്കും മൾട്ടി പ്രോഗ്രാമിംഗ് എന്താണെന്ന്. ഒരേ ടൈമിൽ ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസ് കൺകറൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. മെനി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആർ ഡിസൈൻ ടു എനാബിൾ CPU പ്രോസസ് എ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് പ്രോഗ്രാം കൺകറൻ്റ്ലി. അതായത് കറൻ്റ്ലി ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടി പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ CPU-നെ 2-3 പ്രോസസ്സിന് അറ്റ് എ ടൈം CPU യൂട്ടിലൈസ് ചെയ്തിട്ട് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് കൺകറൻറ്റ് എക്സിക്യൂഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതായത് എക്സിസ്റ്റൻസ് ഓഫ് 2 or more പ്രോഗ്രാംസ് ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ മെമ്മറി ഹയറാർക്കി അറ്റ് ദ സെയിം ടൈം. അതായത് നമ്മൾ മെമ്മറി ഹയറാർക്കീൻ്റെ ഫിഗർ കണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ ഹയറാർക്കീൻ്റെ കേസിൽ എന്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാം നമ്മളിപ്പോൾ 2-3 പ്രോഗ്രാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ പ്രോഗ്രാമും ഇതിൻ്റെ ഓരോ സെക്ഷനിലായിരിക്കും ഉണ്ടാവാം. അതായത് ഒരു പ്രോഗ്രാം നമ്മുടെ CPU-ൻ്റെ അകത്ത് മെയിൻ മെമ്മറി ഡാറ്റ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. ആ സമയത്ത് തന്നെ IO, അതായത് മാഗ്നറ്റിക് ടാപ്പെന്നോ മാഗ്നറ്റിക് ഡിസ്കെന്നോ എന്തെങ്കിലും ഡാറ്റ റീഡ് ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻ വന്നു എന്ന് വിചാരിക്കാം. എന്ത് ചെയ്യാം, കറൻ്റ്ലി മാഗ്നറ്റിക് ടാപ്പിനും ഡിസ്കിനും പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് CPU-ൻ്റെ ആവശ്യം വരുന്നില്ല, IO പ്രൊസസ്സറിൻ്റെ ആവശ്യമാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ആ ഒരു പ്രോഗ്രാമിനെ ഈ ഒരു സെക്ഷൻ വെച്ചിട്ട് പ്രോസസ്സ് ചെയ്യാം, IO പ്രൊസസ്സർ വെച്ചിട്ട് പ്രോസസ്സ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ CPU മെയിൻ മെമ്മറി ഓപ്പറേഷൻ വരുന്നത് എന്ത് ചെയ്യാം, ഈ ഒരു ഓപ്പറേഷൻ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ടും ഒരേ ടൈമിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരേ ടൈമിൽ കൺകറൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഈ മെമ്മറി ഹയറാർക്കിക്കിൻ്റെ ഓരോ ഡിഫറെൻറ്റ് പോർഷനിലായിരിക്കും ഓരോ പ്രോഗ്രാമും ഉണ്ടാവുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മൾട്ടി പ്രോഗ്രാമിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ടോപ്പിക്കാണ് മെയിൻ മെമ്മറി. മെയിൻ മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സെൻട്രൽ സ്റ്റോറേജ് യൂണിറ്റാണ്. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ സെൻട്രൽ സ്റ്റോറേജ് യൂണിറ്റാണ് മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. ഇറ്റ്സ് റിലേറ്റീവ്ലി ലാർജ് ആൻഡ് ഫാസ്റ്റ് മെമ്മറിയാണ്. നമ്മൾ ക്യാഷ് മെമ്മറി ആയിട്ട് കമ്പയർ ചെയ്യേണ്ട. അല്ലാതെ നമ്മൾ നോക്കുന്ന സമയത്ത് റിലേറ്റീവ്ലി ലാർജ് സൈസ് ആയിരിക്കും. അതുപോലെ തന്നെ ഫാസ്റ്റ് മെമ്മറിയാണ്. പ്രോഗ്രാംസും ഡാറ്റാസും കമ്പ്യൂട്ടർ എക്സിക്യൂഷൻ സമയത്തുള്ള പ്രോഗ്രാംസും ഡാറ്റാസും ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ മെമ്മറി യൂസ് ചെയ്യുന്നത്. ഈ മെയിൻ മെമ്മറി സ്റ്റോറേജിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പൽ ടെക്നോളജി എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്. നമ്മൾ സെൽസിൻ്റെ അകത്തേക്കുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് അങ്ങനത്തെ സെമി കണ്ടക്ടർ ഡിവൈസസ് ഇല്ലേ, അപ്പോൾ അങ്ങനെയുള്ള സെമി കണ്ടക്ടർ ഡിവൈസസിൻ്റെ അകത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ സ്റ്റോറേജ് നടത്തുന്നത്. 1 ബിറ്റ് ഇൻഫർമേഷൻ വെച്ച് സ്റ്റോർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് റാം ചിപ്സ് ആർ അവൈലബിൾ ഇൻ 2 പോസിബിൾ ഓപ്പറേറ്റിംഗ് മോഡ്സ്. അതായത് നമ്മൾ റാൻഡം ആക്സസ് മെമ്മറി റാം ചിപ്പ് എന്ന് പറയുന്നത് 2 ടൈപ്പായിട്ടാണ് ഉള്ളത്, സ്റ്റാറ്റിക്കും അതുപോലെ തന്നെ ഡൈനാമിക്കും. സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ അകത്തേക്കാണ് ബൈനറി ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആൻഡ് ദ സ്റ്റോർഡ് ഇൻഫർമേഷൻ റിമെയിൻ വാലിഡ് ആസ് ലോങ് ആസ് പവർ ഈസ് അപ്ലൈഡ് ടു ദ യൂണിറ്റ്. അതായത് പവർ ഉള്ളിടത്തോളം ടൈം ആ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തത് വാലിഡ് ആയിരിക്കും. പവർ സപ്ലൈ ഓഫായി കഴിഞ്ഞാൽ ഇൻഫർമേഷൻ റിമൂവ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ഡൈനാമിക് റാം എന്ന് പറയുന്നത് ബൈനറി ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന ഇലക്ട്രിക് ചാർജസ് ആയിട്ട്, അതായത് കപ്പാസിറ്ററിൻ്റെ അകത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ദ കപ്പാസിറ്റേഴ്സ് ആർ പ്രൊവൈഡഡ് ഇൻസൈഡ് ദ ചിപ്പ് ബൈ മോസ് ട്രാൻസിസ്റ്റേഴ്സ്. CMOS ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ട്രാൻസിസ്റ്റേഴ്സ് വെച്ചിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ദ സ്റ്റോർഡ് ചാർജ് ഓൺ ദ കപ്പാസിറ്റർ ടെൻഡ് ടു ഡിസ്ചാർജ് വിത്ത് ടൈം ആൻഡ് ദ capacitation must be periodically recharged by the refreshing dynamic memory. ഇപ്പോൾ സ്റ്റോർ ചെയ്ത ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടൈം വെച്ചിട്ട് എന്ത് ചെയ്യും, ചാർജസ് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കും.
അതുപോലെ തന്നെ കപ്പാസിറ്റേഴ്സ് എന്ത് ചെയ്യണം, പീരിയോഡിക്കലി ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം, അതായത് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മെമ്മറിയിലേക്ക് പുതിയ പുതിയ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ റിഫ്രഷിങ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൈക്ലിംഗ് ത്രൂ ദി വേർഡ്സ് എവറി ഫ്യൂ മില്ലി സെക്കൻഡ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ചാർജ് കുറയുന്നതിനെ റിഫ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡൈനാമിക് റാം എന്ത് ചെയ്യുന്നുണ്ട്, പവർ കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റി ഇൻ സിംഗിൾ മെമ്മറി ചിപ്പ്. അതുപോലെ തന്നെ സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത് ഇസ് ഈസിയർ ടു യൂസ് ആൻഡ് ഷോർട്ടർ റീഡ് ആൻഡ് റൈറ്റ് സൈക്കിൾസ് ആണ്. അത് പിന്നെ യൂസ് ചെയ്യാൻ ഈസിയാണ്. അതുപോലെ തന്നെ റീഡ് റൈറ്റ് സൈക്കിൾ എന്നൊക്കെ പറയുന്നത് ചെറിയ മില്ലി സെക്കൻഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയാണ് റാൻഡം ആക്സസ് മെമ്മറിൻ്റെ അത് പറയുന്നത്. 2 ടൈപ്പാണ്, സ്റ്റാറ്റിക്കും അതുപോലെ തന്നെ ഡൈനാമിക്കും. സ്റ്റാറ്റിക്കിൻ്റെ കേസിൽ പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ അകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. ഡൈനാമിക്കിൻ്റെ കേസിൽ പറയുന്ന സമയത്ത് കപ്പാസിറ്റേഴ്സ്, അതായത് ട്രാൻസിസ്റ്റർ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറിയാണ്, റോം എന്ന് പറയുന്നത്. ഇപ്പോൾ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് പവറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, ഡാറ്റ സ്റ്റോറേജ് എന്ന് പറയുന്നത്. റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ പവർ സപ്ലൈ പോയി കഴിഞ്ഞാൽ ഡാറ്റ ലോസ് ആയി പോകും. അപ്പോൾ റാൻഡം ആക്സസ് മെമ്മറി അങ്ങനെയാണ്. പക്ഷേ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത് പെർമനൻറ്റ് സ്റ്റോറേജ് ആണ്. അപ്പോൾ സ്റ്റോറിങ് പ്രോഗ്രാംസ് പെർമനൻ്റ്ലി റെസിഡൻറ്റ് ഇൻ ദ കമ്പ്യൂട്ടർ ആൻഡ് ഫോർ ടേബിൾസ് ഓഫ് കോൺസ്റ്റൻറ്റ് that do not change in the value once the production of the computer is complete. അതായത് നമ്മൾ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ട ഡാറ്റാസ് ആണ് മെയിനായിട്ടും റീഡ് ഓൺലി മെമ്മറി വെച്ചിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇനി അതിൻ്റെ അകത്ത് ഒരു ടോപ്പിക്കും കൂടി പറയാം, ബൂട്ട് സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ബൂട്ടിംഗ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റോം പോർഷൻ ഓഫ് ദ മെയിൻ മെമ്മറി ആണ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ബൂട്ട് സ്ട്രാപ്പ് ലോഡറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ പവർ ഓൺ ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഈ റോം എന്ന് പറയുന്നത് പെർമനൻറ്റ് സ്റ്റോറേജ് ആണ്. അപ്പോൾ റോമിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം ലോഡ് എന്ത് ചെയ്യും, എ പോർഷൻ ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും, ഡിസ്കിൻ്റെ അകത്ത് നിന്ന് മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കും. അതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് റോമിലേക്കാണ് ലോഡ് ചെയ്യുന്നത്. കൺട്രോൾ ഈസ് ദെൻ ട്രാൻസ്ഫർ ടു ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പം റോം എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള സ്റ്റോറേജ് ആണ്, അതായത് റിമെയിൻസ് അൺചേഞ്ച്ഡ് ആണ്. റോമിൽ ചെയ്തിരിക്കുന്ന ഡാറ്റാസ് അൺചേഞ്ച് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ത് ചെയ്യും, ഈ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാമിനെ ലോഡ് ചെയ്യും, പോർഷൻ ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്തിട്ട് റോമിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മളെ പ്രോസസ്സ് ശരിക്കും സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നത്. മെയിൻ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്ന സമയത്താണ് ശരിക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ബൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ റോമിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ചെയ്യുന്നത്. ഓക്കെ.